മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാരതത്തിനകത്തും പുറത്തും അനവധി പ്രഭാഷണങ്ങൾ നടത്താൻ നിരന്തരം യാത്ര ചെയ്യുമ്പോൾ അനവധി ഹൈന്ദവ സംഘടനകളുമായിട്ട് ബന്ധപ്പെടാൻ ജഗദീശ്വരാനുഗ്രഹം ഉണ്ടാവാറുണ്ട്. അവിടെയുള്ള ഈ സംഘടനാ ഭാരവാഹികളുമായിട്ടെല്ലാം സംസാരിക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് വളരെ പെട്ടെന്ന് ബോധ്യപ്പെടാറുണ്ട്. എൻ്റെ കൂട്ടത്തിലുള്ളവരെല്ലാവർക്കും അത് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ സാധിക്കാറുമുണ്ട്. ഏതെല്ലാം സ്ഥലങ്ങളിലാണോ ഈ പ്രഭാഷണങ്ങളും മറ്റ് പരിപാടികളുമെല്ലാം സംഘടിപ്പിക്കുന്നതിൻ്റെ മുമ്പിൽ യുവാക്കളുള്ളത്, അവിടെയെല്ലാം അതിഗംഭീരമായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതായിട്ടും നല്ല ആശയങ്ങൾ അവർ ചിന്തിച്ച് നടപ്പാക്കുന്നതായിട്ടുമെല്ലാം കാണാറുണ്ട്. എവിടെയെല്ലാമാണോ വളരെ പ്രായമായവർ അല്ലെങ്കിൽ ശാരീരികമായിട്ട് വലിയ ശക്തിയില്ലാത്തവർ സംഘടനയുടെ മുകളിലിരിക്കുന്നത്, അവിടെ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇഴഞ്ഞിഴഞ്ഞാണ് നടക്കാറുള്ളത്. ഹൈന്ദവ സംഘടനകളിൽ ഇപ്രകാരമുള്ള അനുഭവം ധാരാളം ഉണ്ടാവാറുണ്ട്. കുറേ കാലം നല്ല രീതിയിൽ പ്രവർത്തിച്ച വ്യക്തി എന്നുള്ള കാരണത്താലോ വിദ്യാഭ്യാസമുള്ള വ്യക്തി എന്നുള്ള കാരണത്താലോ സമൂഹത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ള വ്യക്തി എന്നുള്ള കാരണത്താലോ വളരെ പ്രായമായവർ ധാരാളം പേര് സംഘടനയുടെ മുകളിലിരിക്കാറുണ്ട്. അവർക്ക് ഈ ലോകം 21-ാം നൂറ്റാണ്ടിലാണെന്നും അത്യന്താധുനിക സംവിധാനങ്ങളിലൂടെ സനാതനധർമ്മത്തെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതാണെന്നുമുള്ള ധാരണ പലർക്കുമില്ല. അവർ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നുള്ള ആ പഴഞ്ചൻ ആശയവുമായിട്ടിരിക്കുകയാണ്. പല സംഘടനയിലെ പ്രവർത്തകരും ഇന്നും മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ല. കാരണം അവരുടെ മനസ്സിൽ ആ പഴയ രീതിയാണ് ശരി എന്നൊരു അന്ധവിശ്വാസമാണുള്ളത്. പല സീനിയറായിട്ടുള്ള വ്യക്തികളും സംഘടനാ പ്രവർത്തനത്തിൽ മാൻ മേക്കിംഗ് ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാറുണ്ട്. ഒരു വ്യക്തിയെ വളർത്തുക, ഈ 123 കോടി ജനതയുള്ള ഭാരതത്തിൽ ഓരോ വ്യക്തിയെയും വളർത്തിയിട്ട് എന്നാ സനാതനധർമ്മത്തെ ചൈതന്യവത്താക്കാൻ സാധിക്കുക? ഇന്നും അവർക്ക് അറിഞ്ഞുകൂടാ. മെൻ മേക്കിംഗ് ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് ധാരാളം ഹിന്ദു സംഘടനകൾ ഇപ്പോഴും വിചാരിക്കാറുണ്ട്. നമ്മൾ പുറത്തു നിന്ന് ആരുടെ അടുത്ത് നിന്നും സാമ്പത്തിക സഹായം മേടിക്കേണ്ട, തുടക്കത്തിൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇട്ട് കാര്യങ്ങൾ നടത്താം, പിന്നെ നമുക്ക് ആലോചിക്കാമെന്ന്. സനാതനധർമ്മത്തെ നിലനിർത്താനും പ്രചരിപ്പിക്കാനും സംഘടനകൾ മുമ്പോട്ട് വരുമ്പോൾ അതിലെ പ്രവർത്തകർ മാത്രം സാമ്പത്തികമായിട്ടുള്ള ഭാരം ഏറ്റെടുത്ത് എത്ര കാലം മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. പഴഞ്ചൻ നിയമങ്ങളും പഴയ മനസ്സുമായിട്ട് കുറേ വാർദ്ധക്യത്തിൻ്റെ അടുത്തെത്തിയവർ പണ്ട് നല്ല പ്രവർത്തകരായിരുന്നു എന്ന കാരണത്താൽ ഇപ്പോഴും അവരെ നിലനിർത്തുന്നത് കൊണ്ട് എത്ര സംഘടനകളാണ് തളരുന്നത്. ഏതെല്ലാം സംഘടനകളാണോ യുവാക്കൾക്ക് നല്ല സ്ഥാനം നൽകുന്നത്, ഏതെല്ലാം സംഘടനകളുടെ ചുക്കാൻ പിടിക്കാൻ യുവാക്കൾ മുമ്പോട്ട് വരുന്നു, അവിടെയെല്ലാം നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ആയാലും ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആയാലും അതേപോലെ പരിവാർ സംഘടനകളുടെ എല്ലാവരുടെയും ഏതിൻ്റെയും നോക്കുക, ഏറ്റവും മുകളിൽ പ്രായം കൊണ്ടോ ബഹുമാനം കൊണ്ടോ ആദരവ് കൊണ്ടോ വളരെയധികം ഉയർന്ന വ്യക്തികളെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം പ്രത്യേകിച്ച് അധ്യക്ഷം വഹിക്കുകയോ അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ചെയർമാൻ ആവുകയോ ചെയ്യുമ്പോൾ തന്നെ
കാര്യങ്ങൾ ഇഴഞ്ഞിഴഞ്ഞാ നീങ്ങുന്നത് എന്ന് മനസ്സിലാക്കാൻ സംഘടനക്കാർക്ക് പറ്റണില്ല. പലപ്പോഴും ചില സമ്മേളനത്തിലെല്ലാം അധ്യക്ഷനായിട്ട് വെക്കുന്നത് ഈ വൃദ്ധരെ ആയിരിക്കും. വൃദ്ധരോടോ ജ്ഞാനപണ്ഡിതരായാലും വയോവൃദ്ധരായാലും അവരോടൊന്നും ബഹുമാനക്കുറവുള്ളത് കൊണ്ട് പറയുകയല്ല. പക്ഷെ അവരായ കാലത്ത് നല്ലവണ്ണം ചെയ്തവരാണ് എന്നുള്ളത് കൊണ്ട് ഈ ഇത്രയും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഹൈടെക് വേൾഡിൽ അവരെ ഇപ്പോഴും പിടിച്ച കസേരയിൽ ഇരുത്തി കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ നടക്കില്ലെന്ന് മാത്രമല്ല, അവരുടെ ആ പഴകിയ ദ്രവിച്ച മനസ്സിൻ്റെ ആ പ്രതിഫലനമായിരിക്കും പ്രവർത്തനങ്ങളിലെല്ലാം ഉണ്ടാവുക. എഫർട്ട് ഈസ് ലെസ് ഇമ്പോർട്ടൻ്റ്, റിസൾട്ട് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് എന്ന് പീറ്റർ എഫ് ഡ്രക്കർ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ MBA ഡയറക്ടർ പറയാറുണ്ട്. പക്ഷേ ഈ ഹിന്ദു സംഘടനയിലെ മുകളിലിരിക്കുന്ന ഈ വയോവൃദ്ധർക്കെല്ലാം റിസൾട്ട് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റേ അല്ല, എഫർട്ട് മാത്രമേ ഇമ്പോർട്ടൻ്റ്. എന്തെല്ലാം ചെയ്തു എന്നേ അവർ ചോദിക്കുള്ളൂ. ചെയ്തതിൻ്റെ ഫലം എന്താണെന്ന് അന്വേഷിക്കാനോ പറയാനോ ആരുമില്ല. ഞങ്ങൾ അത് ചെയ്തു, ഞങ്ങൾ ഇത് ചെയ്തു എന്ന് മാത്രമേ അവർ പറയുള്ളൂ. ഇത്രയും ചെയ്തത് കൊണ്ട് എന്താ ഫലം ഉണ്ടായത്? ചില സംഘടനകൾ ധാരാളം ഉത്സവങ്ങൾ ആഘോഷിക്കാറുണ്ട്. അതിൽ ഹിന്ദു സാമ്രാജ്യ ദിനം, രക്ഷാബന്ധൻ ഇതെല്ലാം പെടുന്നുണ്ട്. അതെല്ലാം ആവശ്യമാണ്, വേണം, വളരെ ഇമ്പോർട്ടൻ്റാണ്. പക്ഷെ അതിനെല്ലാത്തിനും ഒരു അധ്യക്ഷനായിട്ട് ഇരുത്ത ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് രാജിവെച്ച ഒരു വൃദ്ധനെ ആയിരിക്കും. അദ്ദേഹമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഇനി ഒരു പ്രയോജനവും ഇല്ലാത്ത അവസ്ഥയിലെത്തിയ വ്യക്തി ഇവിടെ വന്നിരുന്ന് ഇവിടെ ഉള്ള ചൈതന്യവും കൂടി ഇല്ലാതെയാക്കുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കിലൂടെ കേൾക്കാൻ സാധിക്കും. നമ്മൾ എന്തെല്ലാം ചെയ്തു എന്ന് ലോകം അറിയാൻ ആഗ്രഹിക്കുന്നില്ല. ചെയ്തതിൻ്റെ റിസൾട്ട് എന്താണെന്ന് മാത്രമേ ലോകം അറിയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പലപ്പോഴും പല സംഘടനകളുടെയും മുകളിലിരിക്കുന്ന വ്യക്തികൾക്ക് ഈ ലോകം തന്നെ എന്താണെന്ന് അറിഞ്ഞൂടാ. അവരിപ്പോഴും 1925 അവസ്ഥയിലിരിക്കുകയാണ്. അൾട്രാ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് ഹിന്ദുധർമ്മം പഠിക്കാനും പഠിപ്പിക്കാനും സാധിക്കുന്നു എന്നുള്ള ഒരേ ഒരു ധർമ്മം സനാതന ധർമ്മമാണ്. അടുത്ത കാലത്ത് ഒരു യൂണിവേഴ്സിറ്റിയിൽ ഹിന്ദു ധർമ്മത്തെ പഠിക്കാനുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവിടെ ഞാൻ ക്ലാസ് എടുത്ത് പുറത്ത് വരുമ്പോഴും പറഞ്ഞു, ആ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും രാമായണ സന്ദേശങ്ങളും മഹാഭാരത സന്ദേശങ്ങളുമെല്ലാം നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്തിട്ട് അത് മെമ്മറി കാർഡിലും പെൻഡ്രൈവിലും CD-കളിലും DVD-യിലും ആക്കിയിട്ട് ഞാൻ ഈ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിന് തരാൻ തയ്യാറാണ്. അത് ആ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലൂടെ എല്ലാ സ്ഥലത്തേക്കും എത്തിച്ചൂടെ? കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു ക്രിസ്ത്യൻ സ്റ്റഡിയുടെ ചെയറുണ്ട്. ക്രിസ്ത്യൻ ചെയർ ഫോർ ക്രിസ്ത്യൻ സ്റ്റഡീസാണ്. അവർ യേശു സഹസ്രനാമം, യേശു ഭാഗവതം, യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതും ഓരോരുത്തർ എഴുതിയതെല്ലാം യൂണിവേഴ്സിറ്റിയുടെ എംബ്ലം വെച്ച് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഈ സനാതനധർമ്മ ചെയറിലെ പ്രവർത്തകർക്ക് അത് ചെയ്തൂടെ എന്ന് ഞാൻ ചോദിക്കേണ്ടത്. അത് നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ പെൻഡ്രൈവുകളും ഈ മെമ്മറി കാർഡുകളും CD-കളും DVD-കളും ഈ യൂണിവേഴ്സിറ്റിയുടെ സനാതനധർമ്മ ചെയറിലൂടെ ലോകത്തിലേക്ക് എത്തുമ്പോൾ അഭിമാനകരമായ വർക്കായിരിക്കും. എല്ലാവരും അത് പ്രോത്സാഹിപ്പിക്കുമെന്ന് പറയേണ്ടായി. നിർഭാഗ്യവശാൽ ഞാൻ പറഞ്ഞതിനെ നേരെ തിരുത്തിയിട്ട് ഞാൻ ആ സനാതനധർമ്മ ചെയറിലുള്ളവരെയും അതിൻ്റെ ചെയർമാനെയും എല്ലാം വിമർശിച്ചു എന്നാക്കി തീർത്തു. ഞാൻ വിമർശിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തില്ല. ഇങ്ങനെ സംഭവിക്കാൻ കാരണം അതിൻ്റെ എല്ലാം മുകളിലിരിക്കുന്നവർ 65-70 വയസ്സായവർ, അവർ പറയുന്നതും അവർ ചിന്തിക്കുന്നതും അവർ ചെയ്യുന്നതുമാണ് ഈ ലോകം എന്ന് ധരിച്ച് നടക്കാൻ. IT ഇൻഫർമേഷൻ ടെക്നോളജിയും അതേപോലെ തന്നെയുള്ള നല്ല ഇലക്ട്രോണിക് ടൂളുകളുമെല്ലാം വന്നതൊന്നും ഇവർക്ക് അറിഞ്ഞൂടാ. ഇപ്പോഴും അവരിൽ പലർക്കും മൊബൈൽ ഫോണിലും മിസ്ഡ് കോൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് തിരിച്ചു വിളിക്കാമെന്ന് അറിഞ്ഞൂടാ. അങ്ങനെയുള്ളവരെല്ലാം ഈ സനാതന ധർമ്മ ചെയറിലോ സംഘടനയുടെ മുകളിലോ ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ
അതിൻ്റെ കൂട്ടത്തിൽ നല്ലവണ്ണം പ്രവർത്തിക്കാൻ കഴിയുന്നവരുടെ ശോഭ പോലും കെട്ടുപോകുമെന്നുള്ളത് സത്യമാണ്. ധാരാളം സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അടുത്ത കാലത്ത് പാലക്കാട് എന്നപ്പോഴത്തേക്കും അറിയാൻ സാധിച്ചു, ധാരാളം നല്ല പ്രവർത്തകരുണ്ട് ഹിന്ദു ധർമ്മത്തിനെ കുറിച്ച് പഠിക്കാനും പഠിപ്പിക്കാനും ആഗ്രഹിക്കുന്നവർ. അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ഗോശാല ഉണ്ടാക്കി വെച്ചിരിക്കുക. പശുക്കളെ, ഏത് ഗോശാലയാണെന്നറിയാമോ? പൊള്ളാച്ചിയിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നും കേരളത്തിലേക്ക് അറക്കാൻ കൊണ്ടുവരുന്ന പശുക്കളെ വാങ്ങിച്ചിട്ട് അതിനെ സംരക്ഷിക്കുക. 22 ലക്ഷം പശുക്കളാണ് കേരളത്തിലേക്ക് ഒരാഴ്ച കൊല്ലാനായിട്ട് വരുന്നത്. ഇതിൽ എത്ര എണ്ണത്തിനെ നിങ്ങൾക്ക് വളർത്താൻ സാധിക്കുമെന്ന് ഞാൻ ചോദിച്ചു. മാത്രമല്ല, പശുവിനെ വളർത്തുക എന്ന് പറഞ്ഞാൽ ബ്രെഡ് ഉണ്ടാക്കണ മാതിരി ഒന്നുമല്ല. അതിന് 7 ദിവസവും ഒരാഴ്ചയിലും 31 ദിവസം ഒരു മാസത്തിലും 365 ദിവസം ഒരു വർഷത്തിലും നിരന്തരം പരിചരണം ആവശ്യമാണ്. അതിന് ഇത്രയും വ്യക്തികളുടെ സമയവും ഊർജവും നശിപ്പിച്ചാൽ ഇന്ന് ഈ സനാതനധർമ്മം അഭിമുഖീകരിക്കുന്ന മറ്റു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നതിന് പകരം ഒരു 3, 4, 5 പശുക്കളെ ലോറിയിൽ നിന്ന് ഇറക്കിയിട്ട് അതിനെ സംരക്ഷിച്ചു കൊണ്ടിരുന്നാൽ ചെയ്യാനുള്ള വലിയ കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് അത്രയും അത്യാവശ്യമില്ലാത്ത പലതും ചെയ്യുന്നു. പ്രയോറിറ്റൈസേഷൻ എന്നുള്ളത് പല വൃദ്ധർക്കും അറിഞ്ഞുകൂടാ, ഏതാ ചെയ്യേണ്ടതെന്ന്. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകുന്നു എന്നുള്ളത് പോലും അവർക്ക് ശരിയാണോ എന്നറിഞ്ഞൂടാ. എഫിഷ്യൻസി ഉണ്ടായാൽ പോരാ, എഫക്റ്റീവ്നെസ് ഉണ്ടാവണമെന്നാണ് ആ ലോകത്തിലെ മാനേജ്മെന്റ്. എന്ത് ചെയ്യണമെന്നല്ല, എന്ത്, എപ്പോ, എവിടെ, എങ്ങനെ ചെയ്താൽ അത് എഫക്റ്റീവ് ആവും, അതാണ് ഇമ്പോർട്ടൻ്റ്. നിരന്തരം ചെയ്യുന്ന കാര്യങ്ങൾ നിരന്തരം ചെയ്യുന്നതല്ല എഫിഷ്യൻസി എന്ന് ഇപ്പോഴത്തെ ലോകത്തിൽ പറയുന്നത്. പുതിയ പുതിയ ആശയങ്ങൾ, പുതിയ പുതിയ വഴികൾ, പുതിയ പുതിയ പ്രോഡക്റ്റുകൾ, പുതിയ പുതിയ രീതികൾ, ഇത് ഈ സംഘടനകളിലൂടെ ലോകത്തിലേക്ക് വരണമെങ്കിൽ നല്ല ചെറുപ്പക്കാർ, കഴിവുള്ളവര് മുകളിൽ വരണം. അല്ലെങ്കിൽ ഈ പരദൂഷണം പറയാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിമർശിക്കാനും ആ പഴയ മനസ്സ് അതിൽ നിറഞ്ഞിരിക്കുന്ന പല ധാരണകളും കൊണ്ട് ചെരുപ്പിടാതെ നടക്കണം, നിലത്ത് കിടക്കണം, കിടക്കയിൽ കിടക്കരുത്, സൈക്കിളിൽ പോകണം, അല്ലെങ്കിൽ ഒറ്റ മുണ്ടുടുക്കണം, വേറെ ആധുനികമായിട്ടുള്ളതൊന്നും സ്വീകരിക്കരുത് എന്ന ആ പഴഞ്ചൻ മനസ്സുമായിട്ട് ഈ ആധുനിക ലോകത്തിലെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പോയാൽ എത്ര വർക്ക് ചെയ്യും എന്നുള്ളത് ചിന്തിക്കാൻ ഇത്രയധികം സമയമൊന്നും വേണ്ട. ഇന്ന് കേരളത്തിൽ ഭരിക്കുന്ന ഭരണകർത്താക്കളെ നോക്കിയാൽ പോലും നിങ്ങൾക്കറിയാം, പൊതുവെ ഒറ്റ വരി പലരും പറയാറുണ്ട്, ചെറുപ്പക്കാരായ മന്ത്രിമാർ അസാധാരണമായിട്ട് പ്രവർത്തിക്കുന്നു. വയസ്സായവരുടെ മനസ്സ് പലപ്പോഴും ആ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലായിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഒരു കവിയുണ്ട്, റോബർട്ട് സതി എന്ന് പറയും. ആ റോബർട്ട് സതി എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രത്യേകത, അയാൾക്ക് പഴയ സ്മെല്ല്, പഴയ കളറ്, പഴയ വസ്തുക്കള്, അത് മാത്രം അയാൾക്ക് ഇഷ്ടം. നമ്മുടെ ഹിന്ദു സംഘടനയിലെ പലർക്കും പഴയത് മാത്രമേ ഇഷ്ടമുള്ളൂ, പുതിയതൊന്നും അവർ ചെയ്യില്ല. അടുത്ത കാലത്ത് പ്രശസ്തനായിട്ടുള്ള ഒരു ഹൈന്ദവ നേതാവിൻ്റെ പ്രഭാഷണത്തിന് ഞാൻ പോയപ്പോൾ അവിടെയുള്ള ആ സംഘടനാ പ്രവർത്തകരോട് പറഞ്ഞു, ഇദ്ദേഹം പ്രഭാഷണം നടത്തിയ ഓഡിയോ കാസറ്റുകൾ പഴയത് മുതൽക്ക് എനിക്ക് തരികയാണെങ്കിൽ ഞാൻ അതിനെല്ലാം CD ആക്കിയിട്ട് ഡിജിറ്റലൈസ് ചെയ്തിട്ട് DVD ആക്കിയിട്ട് നിങ്ങൾക്ക് തരാം. അത് നിങ്ങൾ കോപ്പി എടുത്തിട്ട് അദ്ദേഹത്തെ പോലെയുള്ളവർ പ്രഭാഷണം നടത്തുന്ന വേദിയിൽ അത് വെക്കുക, എല്ലാവർക്കും എത്തുമല്ലോ. നമ്മുടെ തിയറി പ്രകാരം അങ്ങനെയൊന്നും അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ പ്രഭാഷണങ്ങളൊന്നും CD-കളാക്കാറില്ല. ഈ ക്രിസ്ത്യാനികൾ മരിച്ചതിന് ശേഷം പാപികളായ മനുഷ്യനെ പുണ്യവാളനാക്കുന്ന മാതിരിയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഇത്. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അതൊന്നും CD ആക്കില്ല. മരിച്ചതിന് ശേഷം അദ്ദേഹം പ്രഭാഷണം നടത്തിയ പ്രഭാഷണങ്ങളോ എഴുതിയ ലേഖനങ്ങളോ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതെല്ലാം അയച്ചു തരണം എന്ന് പറഞ്ഞ് മാതൃഭൂമിയിലെ ലെറ്റേഴ്സ് ടു എഡിറ്ററിൽ എഴുതും. എന്നിട്ട് അങ്ങേര് മരിക്കാൻ കാത്തിരിക്കുക, അങ്ങേരുടെ പ്രഭാഷണങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. ഈ 21-ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്ന് പല ഹിന്ദു സംഘടനകളെയും ഓർമ്മിപ്പിക്കണമെങ്കിൽ എനിക്ക് പറയാനുള്ളത്, മാതാ അമൃതാനന്ദമയിയുടെ പ്രവർത്തനം നോക്കുക. അവർ അൾട്രാ മോഡേൺ സ്കൂളുകളാണ്, അൾട്രാ മോഡേൺ കോളേജുകളാണ്, അൾട്രാ മോഡേൺ സംവിധാനങ്ങളാണ്.
അൾട്രാ മോഡേൺ ആയിട്ടുള്ള ലേണിംഗ് ആൻഡ് ടീച്ചിങ് പ്രൊസീജിയറുകളാണ്. അതാണ് യഥാർത്ഥത്തിൽ അമ്മയുടെ കർമ്മമണ്ഡലം ഇത്രയും വിപുലമാവാൻ കാരണം. നമ്മൾ 1925 അന്ന് നടന്നതും ജീവിച്ചതും മാതിരി ഇരുന്നാൽ പോരെന്നും മറ്റുള്ളവരെ അറിയിക്കണമെങ്കിൽ ഈ തലപ്പത്തിലുള്ളവർ മാനസിക രോഗം വന്ന് റോഡ് പോലും തെറ്റിയിട്ട് നടക്കുന്ന അവസ്ഥ വരെ അവരെ ആ കസേരയിൽ ഇരുത്തുന്നതിന് പകരം അവർക്ക് സാധിക്കുന്ന വിധത്തിലുള്ള ഉത്തരവാദിത്വം കൊടുക്കാം. ബാക്കി കർമ്മനിരതരായവരെ കസേരയിൽ പിടിച്ചിരുത്തുക. ഇന്ന് പണ്ടത്തെ ഒരു വർഷം ഇന്നത്തെ ഒരു മണിക്കൂറാണ്. പണ്ട് ഒരു വർഷം കൊണ്ട് ചെയ്തു തീർക്കുന്നത് ഇന്ന് ഒരു മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കേണ്ടതാണ്. അതിനുള്ള സംവിധാനമുണ്ട്. കമ്പ്യൂട്ടറുകളുണ്ട്, CD-കളുണ്ട്, DVD-കളുണ്ട്, പ്രിന്റിംഗ് മെക്കാനിസങ്ങളുണ്ട്, പ്രഭാഷണങ്ങൾ ലോകം മുഴുവൻ എത്തിക്കാനുള്ള യൂട്യൂബുകളുണ്ട്, ഇന്റർനെറ്റുകളുണ്ട്, വെബ്സൈറ്റുകളുണ്ട്. ഇമെയിൽ സംവിധാനത്തിൽ കോടിക്കണക്കിന് വ്യക്തികൾക്ക് ഒറ്റ സ്ട്രെച്ചിൽ ഇമെയിൽ അയക്കാനുള്ള സംവിധാനമുണ്ട്. ഇതിലൂടെ അൾട്രാ മോഡേൺ സയന്റിഫിക് ടൂൾസ് ഉപയോഗിച്ച് അൾട്രാ ഏൻഷ്യന്റ് ഹെറിറ്റേജ് പഠിപ്പിക്കാൻ സംവിധാനം ഉള്ളത് അറിയണമെങ്കിൽ പ്രവർത്തന മണ്ഡലത്തിൽ യുവാക്കൾ വിദ്യാഭ്യാസമായിട്ട് നല്ല ടോപ്പിലിരിക്കുന്നവരുടെ കയ്യിൽ കൊടുക്കണം. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും ABVPയുടെയും എല്ലാം, ഞാനവർ ഹിന്ദു സംഘടനകളായതുകൊണ്ട് പറയുകയാണ്, അവരെല്ലാം ഇന്നും ആ പഴഞ്ചൻ രീതിയിലായിരിക്കുന്നത്. അവരുടെ മനസ്സിലേക്ക് പുതുമയൊന്നും വന്നിട്ടില്ല. അതിൻ്റെയൊക്കെ തലപ്പത്ത് ഹാർവാർഡിൽ നിന്ന് MBA എടുത്തവരോ അല്ലെങ്കിൽ ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് MBA എടുത്തവരെയൊക്കെ പിടിച്ചിരുത്തുകയാണെങ്കിൽ ആ സംഘടനയൊക്കെ ഒരു മാസം കൊണ്ട്, ഇപ്പോൾ 10 വർഷം കൊണ്ട് നേടുന്നത് ഒരു മാസം കൊണ്ട് നേടാൻ സാധിക്കും. കാരണം ഓൾഡ് ഈസ് ഗോൾഡ് എന്നും അതേപോലെ ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാമെന്നും ഒന്നേ ഉള്ളൂ എങ്കിൽ ഒലക്ക കൊണ്ട് തല്ലണം എന്നുള്ള ഒരു അന്ധവിശ്വാസമുണ്ട്. അതെല്ലാമാണ് വാല്യൂബിൾ എന്ന് ധരിച്ച് ധാരാളം പേര് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സംഘടനയുണ്ട്, പ്രവർത്തനങ്ങൾ ധാരാളം ഉണ്ട്. അതുകൊണ്ട് റിസൾട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ആ റിസൾട്ട് ഉണ്ടായിരുന്നു എങ്കിൽ ഈ ഭാരതത്തിൽ ഇത്രയും അധികം മതപരിവർത്തനം നടക്കില്ലായിരുന്നു. നല്ല രീതിയിൽ കഴിവുള്ളവർ മുകളിലുണ്ടെങ്കിൽ ഈ സംഘടനാ പ്രവർത്തകരെല്ലാം ഹിന്ദുധർമ്മം എന്താണെന്ന് പഠിപ്പിക്കുമായിരുന്നു. ഇപ്പൊ സംഘടനയുടെ പുറകിലും മുമ്പിലും ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അവർക്ക് നേതൃത്വം നൽകാൻ പടുവൃദ്ധന്മാരും ഉണ്ട്. പക്ഷെ ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. അവര് പ്രവർത്തിക്കുന്ന സംഘടന എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനപരമായ ജ്ഞാനം പോലും ഇല്ലാതെ പ്രവർത്തിക്കുമ്പോൾ ഞാനാര്, നമ്മൾ എന്തിനു നിലനിൽക്കുന്നു എന്നറിയാതെ കുറേ പ്രവർത്തനങ്ങൾ ചെയ്താൽ എങ്ങനെയാ ലക്ഷ്യവും മാർഗവും തെളിയുക? അപ്പോൾ എല്ലാ സംഘടനകൾക്കും വേണ്ടിയിട്ട് പറയുമ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്, കഴിവുള്ളവർ മുകളിലിരിക്കുക. ആ കഴിവുള്ളവർക്ക് പലപ്പോഴും ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടാണ് അവർക്ക് ആധുനിക രീതിയിൽ നേതൃത്വം കൊടുക്കാൻ, അണികൾക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റാത്തത്. തീർച്ചയായിട്ടും അവരെ ഏതെങ്കിലും നല്ല ബഹുമാനമുള്ള സ്ഥാനത്തിലെത്തിയിട്ട് ആ സ്ഥാനത്തേക്ക് ചെറുപ്പക്കാരെ വെക്കുകയാണെങ്കിൽ ഉറപ്പാണ് അടിമുടി മാറ്റം ഉണ്ടാവും. നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ചില കാര്യങ്ങൾ നോക്കിയാൽ പോലും എനിക്ക് തോന്നാറുണ്ട്, ഈ സാധാരണ ഇവിടെ എല്ലാവരും സംസാരിക്കുന്ന കേൾക്കാറുണ്ട്, നെയ്യാറ്റിൻകരയിലെ ഇലക്ഷന് രാജഗോപാൽ ജിക്ക് ഒത്തിരി വോട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് കാരണം എന്താ പറയുക? ശരിക്കും യുവാക്കന്മാരാണ് പ്രവർത്തിച്ചത്. എവിടെയെല്ലാമാണോ യുവാക്കൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് അവിടെ എല്ലാം റിസൾട്ട് ഉണ്ടാവും. അത് കോൺഗ്രസിലായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായാലും അതേപോലെ തന്നെ ഇടതുപക്ഷത്തിലോ വലതുപക്ഷത്തിലോ മധ്യപക്ഷത്തിലോ എവിടെയായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രയും ശക്തിയായിട്ട് മുമ്പോട്ട് പോകാൻ കാരണം DYFI എന്ന പോഷക സംഘടന ഉള്ളത് കൊണ്ടായിരുന്നു. അതേപോലൊരു സംഘടന മറ്റേത് പാർട്ടിക്ക് ഉണ്ടെങ്കിലും അവിടെയും ശക്തമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും. ഭാവിയിലെ പൗരന്മാരാണ്, ഭാവിയിലെ നേതാക്കന്മാരാണ് യുവാക്കൾ എന്ന ധാരണ തെറ്റാ. അവർ ഇന്നത്തെ നേതാക്കന്മാരും ഇന്നത്തെ പൗരന്മാരുമാണ്. ഈ വയസ്സായിട്ടുള്ള വ്യക്തികളോടുള്ള ബഹുമാനക്കുറവ് കൊണ്ട് പറയുകയല്ല ഇതെല്ലാം. പക്ഷേ എന്താണോ ഇന്നത്തെ ലോകത്തിലെ ടൊയോട്ട കമ്പനി ആയാലും ഫോർഡ് കമ്പനി ആയാലും
മത്സുഷിത കമ്പനി എടുത്തു കഴിഞ്ഞാലും ഫിജിറ്റ്സു കമ്പനിയൊക്കെ എടുത്തു കഴിഞ്ഞാലും ലോകത്തിലെ ജനറൽ ഇലക്ട്രോണിക്സ് കമ്പനി GE കമ്പനി എടുത്താലും നോക്കിയ എല്ലാം അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ കൊടുക്കാൻ യുവാക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നു. അഭിപ്രായം പറയാനും അതിനൂതനമായിട്ടുള്ള കാര്യങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാനും അതിശക്തമായിട്ട് വിമർശിക്കാനും ഓരോ തെറ്റുകളും പച്ചയ്ക്ക് വിളിച്ചു പറയാനും ഉള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ 40 കോടി മൊബൈൽ ഫോണാണ് നോക്കിയ ഒരു 10 കൊല്ലം മുമ്പ് 5 കൊല്ലം മുമ്പ് ചെലവഴിച്ചത്. ഇപ്പം അത് ഏതാണ്ട് 90 കോടിയാവുന്നു. 90 കോടി നോക്കിയ മൊബൈൽ ഫോൺ ഒരു വർഷം ലോകത്ത് ചെലവഴിക്കാൻ കാരണം അതിൻ്റെ അടിത്തട്ടിൽ മുഴുവനും യുവാക്കളാണ്. പച്ചയ്ക്ക് തെറ്റുകൾ വിളിച്ചു പറയാൻ സ്വാതന്ത്ര്യമുള്ള യുവാക്കൾ. ആ തെറ്റുകൾ വിളിച്ചു പറയുന്നത് തന്നെ മഹാപാപമാണെന്ന് ധരിച്ചിരിക്കുന്ന സംഘടനകളാണ് പലപ്പോഴും ഉള്ളത്. വിമർശിക്കാനും കുറവുകൾ ചൂണ്ടിക്കാണിക്കാനും ആ കുറവുകൾ തിരുത്താനും നല്ല ശക്തിയും കഴിവും യുക്തിയും ബുദ്ധിയും ഉള്ളവർ മുമ്പോട്ട് വരുന്നതിനെ പലപ്പോഴും എതിർക്കുന്നത് ഈ പ്രായമായവരാണ്. അവരുടെ കസേരയുടെ വിലയും അവരുടെ തലമുടിയുടെ വെളുപ്പിൻ്റെ വിലയുമെല്ലാം ലോകം ആരാധിച്ച് കൈ രണ്ടും കൂപ്പി തൊഴുതുകൊണ്ടേയിരിക്കണമെന്നുള്ള മാനസികാവസ്ഥയിലുള്ളവരാവര്. അപ്പോൾ പിന്നെ എങ്ങനെയാ തെറ്റുകൾ ഇതാണെന്ന് വിളിച്ചു പറയുക? തെറ്റുകൾ വിളിച്ചു പറഞ്ഞാൽ അയാൾ സംഘടനയ്ക്കെതിരാണ്, അയാൾ നിഷേധിയാണ് എന്നെല്ലാം പറയാനുള്ള മാനസിക സെറ്റിംഗ് ആണ് പലപ്പോഴും പ്രായമായവർക്കുള്ളത്. അത് മാത്രമല്ല, ഇനി അങ്ങനെ എന്തായാലും വിളിച്ചു പറഞ്ഞാൽ പോലും ഇയാളുടെ മനസ്സിൽ എന്തോ ഹിഡൻ അജണ്ട ഉണ്ടെന്നൊക്കെ പറയുന്ന പഴയ മാടമ്പിയുടെ സ്വഭാവമാണെന്ന് പോലും പറയേണ്ടി വരും ചിലപ്പോൾ. ഇതെല്ലാം പറയുന്നത് എന്തെങ്കിലും മനസ്സിൽ വെച്ചുകൊണ്ടല്ല. സംഘടന മുമ്പോട്ട് പോകണമെങ്കിൽ നല്ല കഴിവും വിദ്യാഭ്യാസവും പരിചയവുമുള്ള ചെറുപ്പക്കാര് ഹൈന്ദവ സംഘടനയുടെ നേതൃത്വത്തിൽ വരണം. അത് കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനത്തിലാണെങ്കിലും ജില്ലകളിലാണെങ്കിലും താഴെയാണെങ്കിലും ആ പഴയ മൈൻഡ് സെറ്റ് എന്നാ പറയാം, ദ ഓൾഡ് മൈൻഡ് സെറ്റ്, അത് മാറാത്തിടത്തോളം കാലം ഇതിൽ മാറ്റം ഉണ്ടാവില്ല. സാംസങ് എന്ന കമ്പനി എന്നും എൻകറേജ് ചെയ്തിരുന്നത് വിമർശനത്തെയാണ്. ക്രിട്ടിക്കലായിട്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് പ്രായമായവരുടെ അടുത്ത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് എന്നു മുതൽക്കാണോ സാംസങ് കമ്പനി അങ്ങനെ പറയാൻ സ്വാതന്ത്ര്യം കൊടുത്തത്, അന്ന് മുതൽക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് കമ്പനികളുടെ കൂട്ടത്തിലേക്ക് ഉയരാൻ സാംസങ്ങിന് സാധിച്ചു. അതെല്ലാം കാരണം നല്ല രക്തത്തിളപ്പുള്ള ബുദ്ധിയും യുക്തിയും ശാസ്ത്രവും ബോധവുമുള്ള അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഇല്ലാത്ത ആധുനികമായിട്ടുള്ള സംവിധാനത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന ധാരാളം യുവാക്കൾ അതിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ നേതൃസ്ഥാനത്ത് വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാ ഹിന്ദു സംഘടനകളോടും എനിക്ക് പറയാനുള്ളത്, പ്രായമായവരെ ബഹുമാനിക്കുകയും അവരുടെ പരിചയ സമ്പന്നതയെ ഉപയോഗിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ നല്ല ചെറുപ്പക്കാരെ മുമ്പിൽ നിർത്തിയിട്ട് സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വതന്ത്രമായി വിമർശിക്കാനുമുള്ള, സ്വതന്ത്രമായി തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് ആ സമൂഹത്തിന് നേതൃത്വം നൽകിപ്പിക്കാനുമുള്ള ആ കർമ്മ പദ്ധതിയിൽ യുവാക്കളെ മുമ്പോട്ട് കൊണ്ടുവരണം. അവർ ചെയ്യും, അവർക്ക് കഴിവുണ്ട്, അവരിന്ന് ലോകത്തിൻ്റെ തലപ്പത്തിരിക്കാൻ യോഗ്യതയുള്ളവരാണ്. അടുത്ത കാലത്ത് പാലക്കാട് ഒരമ്പലത്തിൽ പോയി, ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു ശാന്തിക്കാരനാണ്, ചെറിയ പയ്യനാ, കോളേജ് സ്റ്റുഡൻറ്റ്. അയാൾ യൂട്യൂബും ഫേസ്ബുക്കും ട്വിറ്ററും എല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ചെറിയൊരു പയ്യൻ, ശാന്തിക്കാരൻ ഫേസ്ബുക്കും യൂട്യൂബും ഇൻ്റർനെറ്റും ട്വിറ്ററും ഒന്നും ഉപയോഗിക്കരുത് എന്നുള്ള ധാരണകളൊക്കെ ഉള്ളവരാണ് പലപ്പോഴും ശാന്തിക്കാരൻ പൂജാരിമാരായിട്ടുള്ളവർ. അപ്പോൾ ഞാനിങ്ങനെ നിങ്ങളോട് പറയുന്നത്, ആധുനികമായിട്ടുള്ള ലോകത്തിൽ ജീവിക്കാൻ പാകത്തിനുള്ള ഒരു മനസ്സ് സംഘടനയുടെ മുകളിലുള്ളവർക്ക് ഉണ്ടാവണം. അത് ചെറുപ്പക്കാർ നല്ല കപ്പാസിറ്റി ഉള്ളവരും നല്ല സംഘടനാ പാടവമുള്ളവരുമായിരിക്കണം. വാർദ്ധക്യത്തിൻ്റെ പരമകാഷ്ഠയിലെത്തിയിരിക്കുന്നവരെ കസേരയിൽ ഇരുത്തിയിട്ട് അവരും ഒന്നും ചെയ്യില്ല, മറ്റുള്ളവരെ കൊണ്ടൊന്നും ചെയ്യിക്കുകയില്ല എന്നുള്ള അവസ്ഥ മാറണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.